Hello friends, we are going to session 63 and today we are discussing the pronouns. Please remember we have been discussing one by one each unit in the parts of speech. ഓക്കെ, അതിനകത്തുള്ള 8 യൂണിറ്റുകളിൽ ഓരോ യൂണിറ്റുകളെയും നമ്മൾ സെപ്പറേറ്റ് ആയി ഡിസ്കസ് ചെയ്യുകയാണ്. ആൻഡ് വി ആർ നോട്ട് ഡിസ്കസിങ് ദം ഫ്രം ദ ഗ്രാമർ പോയിൻ്റ് ഓഫ് വ്യൂ. Okay, we are not discussing them from the technical point of view. We are discussing them from the usage, from the point of view of usage, from the point of view of application. ഓക്കെ, നമ്മളിത് വാചകങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ, അത് എഴുതുമ്പോഴും പറയുമ്പോഴും ഈ യൂണിറ്റുകളെ നമ്മൾ എങ്ങനെയാണ് ചേർത്ത് വയ്ക്കുന്നത് എന്നും മീനിങ്, ഒരു ടോട്ടൽ മീനിങ് എങ്ങനെയാണ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എന്നുമാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ടെക്നിക്കാലിറ്റിയെക്കുറിച്ച് നമ്മൾ അത്ര ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഫോർ എ പ്രൊനൗൺ ഓർ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രൊനൗൺ, ഈ വക ടെക്നിക്കാലിറ്റീസിൽ അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹൗ ഡസ് എ പ്രൊനൗൺ ഫങ്ഷൻ എന്നുള്ളതാണ്. ബട്ട് വി നീഡ് ടു നോ വാട്ട് എ പ്രൊനൗൺ ഈസ്. ഓക്കെ, മലയാളത്തിൽ നമ്മളിതിനെ സർവ്വനാമം എന്ന് വിളിക്കുന്നു. എവരിബഡി നോസ് ദിസ്. Okay, a pronoun is what you call a sarvanamam. Okay, and the definition is that it is a substitute for a noun. It is a substitute for a noun. Okay, substitute, as we know, പകരം വയ്ക്കാവുന്നത് എന്നാണ് അർത്ഥം. For a noun. Okay. We have seen in earlier sessions that a noun can come in a subject position, in an object position, in a complement position, okay, in a direct or an indirect object position. ഇങ്ങനെയുള്ള ഏത് പൊസിഷനുകളിലും ഒരു നൗണിന് വരാം എന്ന് നാം മനസ്സിലാക്കി. ഈ പൊസിഷനുകളിലെല്ലാം തന്നെ ഒരു നൗണിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറൽ ഐറ്റമാണ്, ഒരു ഘടനാപരമായ ഐറ്റമാണ് ഈ പ്രൊനൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഘടനാപരമായ ഐറ്റമാണ്, സ്ട്രക്ചറൽ ഐറ്റമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വസ്തുത എന്താണെന്ന് വെച്ചാൽ, അതിനെ സംബന്ധിച്ചുള്ള വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് കംപ്ലീറ്റ്ലി ഓൺ ദ നൗൺ. ഓക്കെ, നൗൺ എന്നുള്ളത് ഒരു മീനിങ് ഫുൾ യൂണിറ്റ് ആവുന്ന സമയത്ത് ആ നൗണിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ട്രക്ചറൽ ഐറ്റം മാത്രമാണ് ഒരു പ്രൊനൗൺ എന്നുള്ളത്. ഇഫ് യു ടേക്ക് എ നൗൺ ഫ്രം എ കംപ്ലീറ്റ് സെൻറ്റൻസ്, ഓക്കെ, ആൻഡ് ഓൾ ദ പ്രൊനൗൺസ് ദാറ്റ് ആർ ദർ referring to that particular noun become invalid. ഓക്കെ, ഒരു വാചകത്തിലെ നൗൺ എടുത്ത് കഴിയുമ്പോൾ അതിനെ തുടർന്ന് വരുന്ന എല്ലാ പ്രോനൗണുകളും, ആ നൗണിനെ സൂചിപ്പിക്കുന്ന സകല പ്രോനൗണുകളും ഇൻവാലിഡായി പോവുകയാണ്. വി ഷാൽ സീ ദിസ് വിത്ത് an example. Look at this sentence. John loved books. Okay, that's the first part of the sentence, and we continue with he had a collection of them. He had a collection of them. Okay, books in the sense. Here, he is what you call a pronoun. Technically, third person singular ആയിട്ടുള്ള ഒരു pronoun ആണ് he എന്ന് പറയുന്നത്. We will go to that later. And it is referring back to John. We know this. And John is a proper noun, and that again we know. John is referring to one particular person, ഒരാളുടെ പേരാണ്, ഒരു സവിശേഷ വ്യക്തിയുടെ പേരാണ്. അതുകൊണ്ട് it's a proper noun. This is something that we know. This word is referring back to this particular noun. Okay, but suppose, and one more thing, this is coming in the subject position in the first part of the sentence. This sentence, the first part of the sentence is about John. ജോണിനെ കുറിച്ചാണ് ഒന്നാമത്തെ കാര്യം. ജോൺ പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്നു, ജോണിനെ കുറിച്ചാണ്. So John is the subject of this. And the second one, he had a collection of them. ഓക്കെ, ജോണിന് പുസ്തകങ്ങളുടെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ he comes in the subject position. This is what I wanted to tell you. പ്രോനൗൺ ആണ്, നൗണിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്, നൗണിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടാണ്. നൗൺ എങ്ങനെയാണോ സബ്ജക്റ്റ് പൊസിഷനിൽ വന്നത് അതേ രീതിയിൽ അതിൻ്റെ സെൻറ്റൻസിൽ അതിൻ്റെ സബ്ജക്റ്റ് പൊസിഷനിൽ വരുന്നതും ആ പ്രോനൗൺ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് വി ഹാവ് സെഡ്. ഇറ്റ് ക്യാൻ ടേക്ക് ഈച്ച് ആൻഡ് എവറി അട്രിബ്യൂട്ട് ഓഫ് എ നൗൺ എക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് ഡസൻറ്റ് ഹാവ് എ നെയിം. ജോൺ എന്നുള്ള ഒരു പേര്, ഒരു പ്രോപ്പർ നൗണിന് ജോൺ എന്ന പേരുണ്ട്. അല്ലെങ്കിൽ വാട്ട് എവർ പ്രോപ്പർ നൗൺ യു ആർ യൂസിങ് ഓർ വാട്ട് എവർ നൗൺ ആസ് സച്ച് യു ആർ യൂസിങ്, ഇറ്റ് ഹാസ് എ നെയിം. അതിനെ സൂചിപ്പിക്കുന്ന ഒരു പേരുണ്ട്. എന്നാൽ ഇവിടെ അതിനെ സൂചിപ്പിക്കുന്ന ഒരു പേരില്ല. അത് ഇറ്റ് ഈസ് കോമൺ. ഓക്കെ, കോമൺ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്?
If you are speaking about a lion, still you can say he. Okay. If you are speaking about a robot, you can say he. അപ്പോഴതൊരു സിംഹത്തെക്കുറിച്ചാണെങ്കിലും ഒരു റോബോട്ടിനെ കുറിച്ചാണെങ്കിലും നിങ്ങൾ എപ്പോൾ സംസാരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഹി എന്നുള്ള ഒരു പ്രോനൗൺ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നു. കാരണം അതിനൊരു പ്രോപ്പറായ പേരില്ല എന്നുള്ളതാണ്. ഈ ഒരു ഒരു സവിശേഷത, ഒരു ക്യാരക്ടറിസ്റ്റിക് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എക്സാക്ട്ലി ലൈക്ക് എ നൗൺ. ഓക്കെ, ഇറ്റ് ക്യാൻ കം ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ, ഇറ്റ് ക്യാൻ കം ഇൻ ദ ഒബ്ജക്റ്റ് പൊസിഷൻ, ഇറ്റ് ക്യാൻ കം ഇൻ എവറി പൊസിഷൻ വേർ എ നൗൺ കംസ്. ഇതാണ് അതിൻ്റെ ഒരു കാര്യം. ഇനി നമ്മുടെ ഈ പ്രോനൗൺസിൻ്റെ യൂസ് എന്തിനാണെന്നുള്ള, നാം ഒരു ഭാഷ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു അട്ടറൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വി ഓൾവേസ് വാണ്ട് ടു മേക്ക് ഇറ്റ് ആസ് ഇഫക്റ്റീവ് ആസ് പോസിബിൾ. എൻ്റെ എങ്ങനെയാണ് ഈ ഇഫക്റ്റീവ്നെസ്, ഇതിൻ്റെ ഒരു ശേഷി എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? അത് വരുന്നത് തീർച്ചും അതിൻ്റെ വ്യതിരിക്തതയിൽ നിന്നാണ്, ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ ഒറിജിനാലിറ്റിയിൽ നിന്നാണ് അതിൻ്റെ ഒരു ഫോഴ്സ് വരുന്നത്. ഐ റിപ്പീറ്റ്, the effectiveness, okay, the impact of a sentence comes from its originality. ഒരു വാചകത്തിൻ്റെ പരിസരത്തിലുള്ള മറ്റു വാചകങ്ങളിൽ നിന്നും, ഒരു വാചകത്തിൻ്റെ ഒരു സെൻറ്റൻസിൻ്റെ പശ്ചാത്തലത്തിലുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് വാചകങ്ങളിൽ നിന്നും ഒരു വാചകം എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ആ വാചകത്തിൻ്റെ തനിമ അല്ലെങ്കിൽ ഒറിജിനാലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് വി ആർ ഓൾവേസ് കോൺഷ്യസ് ഓഫ് ദിസ്, ആൻഡ് വി മസ്റ്റ് ബി കോൺഷ്യസ് ഓഫ് ദിസ്. എന്തെങ്കിലും പറയുകയോ എഴുതുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാചകങ്ങൾക്ക് ഒരു വ്യതിരിക്തത, ഒരു പേഴ്സണാലിറ്റി, ഒരു ഡിഫറൻസ് വേണം എന്ന് നമുക്ക് ഒരു തീർച്ചയും ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു പാരഗ്രാഫ് എഴുതുകയാണെങ്കിൽ അതിലെ ഓരോ വാചകങ്ങൾക്കും ഓരോ പ്രത്യേക ശൈലി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മളെപ്പോഴും പറയും വെറൈറ്റി ഈസ് എ സ്പൈസ് ഓഫ് ലൈഫ് എന്ന് പറയും. വൈവിധ്യമാണ് ജീവിതത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു ക്രക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആകർഷകത്വം. ജീവിതത്തിലെ ഏറ്റവും വലിയ ആകർഷകത്വം അതിൻ്റെ വൈവിധ്യമാണ് എന്ന് പറയും. വൈവിധ്യം എന്ന് പറഞ്ഞാൽ വെറൈറ്റി, പലതരത്തിലായിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഒരു പാരഗ്രാഫ് എഴുതുകയാണെങ്കിൽ ആ പാരഗ്രാഫിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അതിലെ ഓരോ സെൻറ്റൻസസും ഓരോ ശൈലി ഉപയോഗിച്ച് എഴുതിയിട്ടുള്ളതാണ് എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറലി ഇറ്റ് ഷുഡ് ഹാവ് സം കൈൻഡ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി. Okay, usage-wise, it should have some kind of individuality. Its grammar must be highly individualized, or the kind of grammatical principles that we have used in the sentence should be having a kind of individuality എന്നാണ് നമ്മൾ പറയുന്നത്. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്ട്രക്ചറൽ ഐറ്റംസ്, അതായത് ഈ പ്രോനൗൺ എന്നുള്ള ഒരു ഐറ്റം, അല്ലെങ്കിൽ അതുപോലെ തന്നെ വേർബിൻ്റെ സപ്പോർട്ടീവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആഡ്വർബ് എന്ന ഐറ്റം, ഇത്തരത്തിലുള്ള ഐറ്റങ്ങളെ മുഴുവൻ, ഗ്രാമാറ്റിക്കൽ സപ്പോർട്ടിംഗ് ഐറ്റങ്ങളെ മുഴുവൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വാചകങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ടാണ്. യഥാർത്ഥത്തിൽ ഇഫ് യു ആർ റിപ്പീറ്റിംഗ് എ നൗൺ അഗെയിൻ ആൻഡ് അഗെയിൻ, ആക്ച്വലി വി ഡോണ്ട് നീഡ് എനി പ്രോനൗൺ അറ്റ് ഓൾ. ഒരു വാചകത്തിൽ അനന്തമായി നമുക്ക്, ഒരു പാരഗ്രാഫിൽ നമുക്ക് ഒരേ നൗണിനെ തന്നെ വീണ്ടും വീണ്ടും മടുപ്പില്ലാതെ ഉപയോഗിക്കാമെങ്കിൽ പ്രോനൗണിൻ്റെ ആവശ്യം തന്നെ വരുന്നില്ല. ഓക്കെ, you think of a passage like this. You are speaking a few sentences about this particular John. Okay, John loved books. John always read books. Okay, John wanted to build a library. John always collected books for the library. Ingane you keep on saying sentences like this, repeating the noun John, and you certainly know that you don't have that possible, or you don't certainly like that. Okay, adukonde you keep changing, you keep substituting the noun John with a he. Okay, John is a good reader. He loves books. Okay, and he collected a lot of books, and he had a collection of science fiction and poetry, etc., etc. You keep on speaking more things about John, പക്ഷേ ഓരോ തവണയും ഈ ഒരു പ്രോനൗൺ കൊണ്ട് നിങ്ങൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. Okay, it adds variety to what you are speaking, and it is actually relieving you of the boredom that you probably would have created by repeating the noun. ഒരു നാമം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാമം വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതിൽ നിന്നുണ്ടാകുന്ന ആ മടുപ്പിനെ, ആ ബോറിനെ മാറ്റാനായിട്ട് നമുക്ക് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ട് കഴിയുന്നു എന്നുള്ളത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു നൗൺ ഉപയോഗിക്കാതെ അതിനെ സൂചിപ്പിക്കുന്ന മറ്റൊരു പദം കൊണ്ട് ആ നൗണിൻ്റെ ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കൽ ഐറ്റം മാത്രമാണ് ഈ പ്രോനൗൺ എന്ന് പറയുന്നത്. അതിലപ്പുറം ഒരു പ്രോനൗണിന് ഒരു സെൻറ്റൻസിൽ ഒരു പ്രാധാന്യവുമില്ല. പക്ഷേ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് ഹെൽപ്സ് us to make our sentences beautiful.
okay, and more effective and more impactful. Okay. So from that we go to the classifications of pronouns. സത്യത്തിൽ ഈ ഒരു ക്ലാസിഫിക്കേഷനെ കുറിച്ചുള്ള അറിവ് അത്ര പ്രധാനമല്ല. ഇതൊരു ടെക്നിക്കൽ ഡീറ്റെയിൽ മാത്രമാണ്. എങ്കിലും ഒരു നൗണിനെ നമ്മൾ എങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടോ അതേ രീതിയിൽ ഒരു പ്രോനൗണിനെയും കാറ്റഗറൈസ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഏതൊക്കെ ഗ്രൂപ്പുകളിലേക്ക്, ഏതൊക്കെ സെക്ഷനുകളിലേക്ക് ഇവ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഒരു നൗണിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം കണ്ടതുപോലെ തന്നെ അതിനകത്ത് കേസ് ഉണ്ട് എന്നുള്ളതാണ്. കേസ് എന്ന് പറഞ്ഞാൽ ഇതിനെ ദ പൊസിഷൻസ് ഇൻ വിച്ച് എ നൗൺ കംസ്. ഒരു നാമം ഒരു സെൻറ്റൻസിൽ വരുന്ന പൊസിഷൻ അനുസരിച്ച് നമ്മൾ അതിൻ്റെ മുകളിൽ ആരോപിക്കുന്ന ആ ഒരു സ്റ്റേറ്റസിൻ്റെ പേരാണ് കേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇഫ് ഇറ്റ് ക്യാൻ കം ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ യു സേ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ദ സബ്ജക്റ്റ് കേസ്, സബ്ജക്റ്റീവ് കേസ്. Or if it comes in the object position, it is in the objective case. And one more thing that since we are not speaking of dative case, you can speak of the possessive case also. Okay, you are speaking of the ownership of a noun, or if the noun is referring to the ownership of that particular person, you say that is in the possessive case. Say here, if you still have you use that John as a noun in a sentence, it is in the subjective case. Okay, in the objective also John actually will not change. Okay, John remains John. അതുകൊണ്ട് ഒബ്ജക്റ്റ് പൊസിഷനിൽ വരുന്ന കേസ് ആണെങ്കിലും അതിൻ്റെ ഷേപ്പ് അങ്ങനെ തന്നെയായിരിക്കും. സപ്പോസ് you are speaking of John's books or John's library or something like that, you say that is in the possessive case. ഇത് മാത്രമാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒബ്ജക്റ്റ് പൊസിഷനിലും സബ്ജക്റ്റ് പൊസിഷനിലും മാറ്റമില്ലാതെ ഒരു പ്രോപ്പർ നൗണാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഈ ജോൺസ് എന്നുള്ളതിനകത്ത് ജോണിൻ്റെ പൊസഷൻ കാണിക്കുന്നു, ജോണിൻ്റെ ഓണർഷിപ്പ് കാണിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഒരു അപ്പോസ്ട്രോഫി എസിൻ്റെ ആവശ്യം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഇതും വലിയൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇതിലെ ഒരു സാങ്കേതികമായ പ്രശ്നം വരിക, ജോൺ എന്ന് ഉപയോഗിക്കാതെ ജോണിനെ സൂചിപ്പിക്കുന്ന ഹി എന്നുള്ളൊരു പ്രോനൗൺ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ്. ഓക്കെ, ഹി എന്നുള്ള ഒരു പ്രോനൗൺ നമ്മളൊരു സബ്ജക്റ്റ് പൊസിഷനിൽ ഉപയോഗിക്കുമ്പോൾ യു സേ ഇറ്റ് ഈസ് ഹി ബിക്കോസ് യു ആർ ബിഗിനിങ് ദ സെൻറ്റൻസ് വിത്ത് ഹി. ബട്ട് സംബഡി ഗേവ് ഹിം സംതിങ് എന്ന് പറയുമ്പോൾ ഈ ഹിം എന്നുള്ളത് ഇറ്റ് ഈസ് ഗിവൺ ടു ഹിം, ഇറ്റ് ബിക്കംസ് ഇൻ ദ ഒബ്ജക്റ്റ് കേസ്, ഒബ്ജക്റ്റീവ് കേസ്. If you are speaking of ownership, his ownership of something, he എന്നുള്ള വ്യക്തി എന്തിനെങ്കിലും ഓൺ ചെയ്യുന്നു, എന്തിനെങ്കിലും സ്വന്തമാക്കിയിരിക്കുന്നു എന്നാണെങ്കിൽ the form that you are using is his. Say like his books, her books, like that. Okay, so he, the form he is in subjective case, him is in objective case, and his is in possessive case. ഈ ഒരു കാര്യമാണ് പ്രോനൗണിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. Okay, so before we go to the classification of pronouns, let us be very clear about this. ഒരു നൗണിനെ സംബന്ധിച്ച് ഇത് പ്രധാനമാണ് എന്ന് പറയാൻ കാരണം, അതിൻ്റെ കേസ് വളരെ പ്രധാനമാണ് എന്ന് പറയാൻ കാരണം, ഒരു നൗൺ ഒരു വാചകത്തിൽ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രാധാന്യമനുസരിച്ചാണ്. ഓക്കെ, അതിനെ സബ്ജക്റ്റായിട്ടാണോ ഉപയോഗിക്കുന്നത്, ഒബ്ജക്റ്റായിട്ടാണോ ഉപയോഗിക്കുന്നത്, അതോ അതിൻ്റെ ഓണർഷിപ്പ് വല്ലതും കാണിക്കാനായിട്ടാണോ ഉപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് ആ നൗണിൻ്റെ സ്റ്റേറ്റസിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ്. ഇറ്റ്സ് എ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ, സാങ്കേതികമായിട്ടുള്ള ഒരു വിശദാംശമാണത്. ഇത് ഒരു പ്രോപ്പർ നൗണിൻ്റെ കാര്യത്തിൽ പ്രശ്നമായി വരുന്നില്ലെങ്കിലും ഇവിടെ കണ്ടതുപോലെ അതിനെ റെഫർ ചെയ്യുന്ന, അതിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രോനൗൺ ആയിട്ട് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ രൂപത്തിൽ, ആ വാക്കിൻ്റെ രൂപത്തിൽ തന്നെ അത് മാറ്റം വരുന്നു. സബ്ജക്റ്റീവ് കേസിൽ ഹി എന്നായിരിക്കുന്ന പ്രോനൗൺ ഒബ്ജക്റ്റീവ് കേസ് ആകുമ്പോൾ ഹിം എന്നാവുകയും അതിൻ്റെ തന്നെ പൊസസീവ് കേസ് ആകുമ്പോൾ ഹിസ് എന്നാവുകയും ചെയ്യുന്നു. Okay, this is one important, probably this is the only important thing that you should be using. ഇതിൻ്റെ അർത്ഥം ഹി എന്ന് ഉപയോഗിക്കേണ്ട ഒരു പോയിന്റിൽ ഹിം എന്ന് നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റുകയില്ല എന്നുള്ള. Let us see an example that will make things clear for us. Okay, say he is a speaker.
ഹീ ഈസ് എ സ്പീക്കർ, അയാൾ ഒരു പ്രഭാഷകനാണ് എന്ന് പറയുന്നു. ഇവിടെ ഹീ എന്നുള്ളത് സബ്ജക്റ്റാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അത് സബ്ജക്റ്റീവ് കേസിലുമാണ്. ഓക്കെ, സിൻസ് ദിസ് പ്രൊനൗൺ ഇസ് കമ്മിങ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ, ഇറ്റ് ഈസ് ഇൻ ദ സബ്ജക്റ്റീവ് കേസ് എന്ന് നമ്മൾ പറയും. ഈ സബ്ജക്റ്റീവ് കേസിന് പകരം നമ്മളിവിടെ ഹിം എന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിലോ, ഹിം ഈസ് എ സ്പീക്കർ. ഓക്കെ, ദിസ് കൺസ്ട്രക്ഷൻ വിൽ ബി റോങ്. കാരണം ഹിം is a shape, is a form which will not come in the subject position, it will come only in the object position. ഹിം എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് പൊസിഷനിൽ മാത്രം ഉപയോഗിക്കാവുന്ന ഒരു രൂപമാണ്. ഹി എന്ന വാക്കിൻ്റെ ഒബ്ജക്റ്റ് പൊസിഷനിൽ മാത്രം ഉപയോഗിക്കാവുന്ന ഒരു രൂപമാണ് ഹിം എന്നുള്ളത് കൊണ്ട് ഇഫ് യു ആർ യൂസിങ് ഇറ്റ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ, ദാറ്റ് ബിക്കംസ് ദ അറ്ററൻസ് ബിക്കം റോങ്. ഹിം ഈസ് എ സ്പീക്കർ ഈസ് ആൻ അൺആക്സെപ്റ്റബിൾ സെൻറ്റൻസ് എന്ന് പറയേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് ഈ പൊസിഷനുകൾ, ഈ കേസ് എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഒബ്ജക്റ്റ് ആൻഡ് പൊസസീവ് എന്ന് പറയുന്ന ഈ 3 പൊസിഷനുകളും പ്രോനൗണുകളെ കുറിച്ച് മനസ്സിലാക്കുക. We will go to the classification of pronouns in the coming sessions. Okay, thank you.